ഹായ്, ഞാൻ ഒരു ഇന്റർവ്യൂ ടിപ്സ് ഷെയർ ചെയ്യണം. ഞങ്ങൾക്ക് അതിനു മുമ്പ് കുറച്ച് ഇന്റർവ്യൂ ടിപ്സുകളൊക്കെ ഷെയർ ചെയ്തിരുന്നു. എനിക്ക് നല്ല റെസ്പോൺസ് കിട്ടി. താങ്ക് യു ഫോർ ദാറ്റ്. ഇന്റർവ്യൂ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എൻ്റെ തുടക്കത്തിൽ തന്നെ എംപ്ലോയിയോട് അല്ലെങ്കിൽ എംപ്ലോയി ആസ്പിരൻറ്റിനോട് വുഡ് യു ലൈക്ക് ടു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്നൊരു ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും അതിനോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത് എന്നുമാണ് ഞാൻ പറയുന്നത്. ഈ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് പറയാനല്ല. അത് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ബയോഡാറ്റയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റെസ്യൂമിൽ വളരെ വൃത്തിയായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ പറയേണ്ടത്, നിങ്ങൾക്ക് ഓഫ് കോഴ്സ് നിങ്ങളുടെ പേര് വെച്ച് തുടങ്ങാം, നിങ്ങളുടെ എഡ്യൂക്കേഷനെ കുറിച്ച് പറയാം. ഈ എഡ്യൂക്കേഷൻ സമയത്ത് നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും പ്രൊജക്റ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വ്യത്യസ്തമായ എന്തെങ്കിലും അച്ചീവ്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ അത് ആ സമയത്ത് നിങ്ങൾക്ക് പറയാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ പറയേണ്ടത് ഇതിനു മുമ്പ് നിങ്ങൾ ചെയ്ത ജോലിയെക്കുറിച്ചും ആ ജോലിയിൽ നിങ്ങൾക്കുണ്ടായ വ്യത്യസ്തമായ അനുഭവങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ വ്യക്തിപരമായ നിങ്ങളുടെ നേട്ടങ്ങൾ, ചലഞ്ചുകൾ, നിങ്ങൾ ഈ കമ്പനിയെക്കുറിച്ച് റിസർച്ച് നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ കമ്പനിയെക്കുറിച്ച് നിങ്ങൾക്ക് അട്രാക്റ്റീവായി തോന്നിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രൊഫഷണൽ എന്ന നിലയ്ക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ ആസ്പിറേഷൻസ്, ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ അവതരിപ്പിക്കേണ്ടത്. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ഈ സെൽഫ് ഇൻട്രഡക്ഷൻ പാർട്ടാണ് ഒരു എംപ്ലോയറിൽ ഏറ്റവും കൂടുതൽ ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ലാംഗ്വേജ്, ഇത് വളരെ വ്യക്തമായി ഡിസൈൻ ചെയ്ത ഒരു സെൽഫ് ഇൻട്രഡക്ഷൻ ആയിരിക്കണം നിങ്ങൾ അവതരിപ്പിക്കേണ്ടത്. ഇതിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ഒരു B2 ലെവൽ ലാംഗ്വേജെങ്കിലും ആയിരിക്കണം നിങ്ങൾ സെൽഫ് ഇൻട്രഡക്ഷൻ പ്രിപ്പയർ ചെയ്യേണ്ടത്. A1, A2, B1 കഴിഞ്ഞ് ഒരു B2 ലെവലിൽ വളരെ കൃത്യമായി സ്ക്രിപ്റ്റ് ചെയ്ത് പഠിച്ച് നിങ്ങളുടെ നേട്ടങ്ങളൊന്നും വിട്ടുപോകാതെ അവതരിപ്പിക്കാവുന്ന രൂപത്തിൽ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു സെൽഫ് ഇൻട്രഡക്ഷനാണ് അവതരിപ്പിക്കേണ്ടത്. കൂടുതൽ ടിപ്സുകളുമായി കൊണ്ടും കാണാം. താങ്ക് യു.